ഒരു തരത്തിലുള്ള വർഗീയതയുമായിട്ട് ഗ്രൂപ്പ് കൊടുക്കുന്നവരുടെ ശക്തമായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് നേതാവായിട്ട് മുഖ്യമന്ത്രിയായിട്ടൊക്കെ പറഞ്ഞു വെച്ചാൽ താങ്കൾ. പക്ഷെ താങ്കളുടെ മന്ത്രിസഭയിൽ ഇന്ന് ആളുകൾ തന്നെ ഇപ്പോൾ എസ്.ഡി.പിയുടെ വോട്ട് ചോദിക്കുന്നത് മാത്രമല്ല, അവർ നിങ്ങളെ പരസ്യമായിട്ട് സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് CM-ന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഉത്തരം ഇപ്പോൾ വരെ ഇല്ല. അതാണ് ഈ ചോദ്യങ്ങളുടെ ഉയർന്ന. നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് സാധാരണഗതിയിൽ വലിയ തോതിലുള്ള ഒറ്റപ്പെടൽ വരണമെന്നാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നാട്ടുകാരങ്ങനെ ഒറ്റപ്പെടുത്താൻ തയ്യാറല്ല. നല്ല രീതിയിൽ ഞങ്ങളെ പിന്താങ്ങാനാണ് തയ്യാറാകുന്നത്. അതുണ്ടാക്കുന്ന വേവലാതിയുണ്ട്. അത് ചെറിയ വേവലാതിയല്ല. ഞങ്ങൾ അനായാസേന ജയിച്ച് അവിടെ കയറി ഇരിക്കാൻ പോവുകയാണെന്ന് ധരിച്ചവർക്ക് ഇപ്പോൾ വല്ലാത്ത പൊള്ളലേറ്റിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതികരണം, ജനങ്ങളുടെ മനോഭാവം, ഓരോ ദിവസം കഴിയുന്തോറുമുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാഗമായി LDF-ന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നത്, നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ സ്വീകാര്യതയിലേക്ക് LDF ഉയരുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള പുകമറ സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഒരു പുകമറയും ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഞങ്ങൾ സുതാര്യമായ നിലയാണ്. എല്ലാ ഘട്ടത്തിലും വർഗീയ വിരുദ്ധ നിലപാടാണ്. ഒരു വർഗീയതയുമായും കൂട്ടുകൂടുന്ന നിലപാട് ഞങ്ങൾക്കില്ല. ഒരു വർഗീയതയുടെയും താല്പര്യം സംരക്ഷിക്കാനും ഞങ്ങളില്ല. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്. അതാണല്ലോ ഇവിടുത്തെ തെളിവ്. ഇന്ന് നമ്മുടെ സംസ്ഥാനം പോലെ മറ്റേതൊരു സംസ്ഥാനമുണ്ട് ഈ 10 വർഷമായി ഒരു വർഗീയ കലാപവും വർഗീയ സംഘർഷവും ഇല്ലാത്ത നാടായിട്ട്? ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ലേ? നേരത്തെ വർഗീയ സംഘർഷം ഉണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്? LDF-ന്റെ സുതാര്യമായ നിലപാടല്ലേ, വർഗീയ വിരുദ്ധ നിലപാടല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ? ഏതെങ്കിലും വർഗീയ ശക്തിയായിട്ട് ചാരി നിൽക്കുന്ന നില ഇവിടെ സ്വീകരിക്കുന്നില്ലല്ലോ. വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നിലപാടല്ലേ? അപ്പൊ അതെല്ലാം നാടിന്റെ അനുഭവമല്ലേ, ജനങ്ങളുടെ അനുഭവമല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങളെ മേലെ അത്തരത്തിലുള്ളതൊന്നും ചാർത്താമെന്ന് ആരും കരുതണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.